ഹലോ ഹായ്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. വെരി ഗുഡ്. ഇനി അമ്മ പിടിച്ചു തരാം. അപ്പോൾ എനിക്ക് ഈ കുട്ടിയാട്ടോ ഇന്ന് പയറ് വേവിച്ചത് ഉണ്ടാന്ന് തോന്നുന്നു. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വളവളാന്ന് സംസാരിക്കാണ്ട് നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പയറ് കറിയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണേലും ഊണിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചെറുപയറല്ലേ, അത് കുക്കറിനകത്തോട്ടിട്ട് അതിനൊപ്പം നമ്മൾ തക്കാളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളത്തോടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ വെന്ത് വന്ന പയർ നന്നായിട്ട് ഉടച്ചെടുക്കണേ. ഇത് സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു ചീനച്ചട്ടി എടുത്ത് അതിനകത്തോട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുക് പൊട്ടിച്ച്, പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയുടെ ഇടാൻ മറക്കല്ലേ. ഇത് ഗ്യാസിന് നല്ലതാണല്ലോ. ചെറുപയറെന്ന് പറയുന്നത് ഗ്യാസ് ഉണ്ടാക്കുന്നൊരു സംഭവമാണല്ലോ, ഹെൽത്തി ആണെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുള്ളി എടുക്കണം. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവോളയാണ് എടുത്തത്. സവോളയോ കുഞ്ഞുള്ളിയോ എല്ലാം എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൂടെ ഇട്ട് അതിനോടൊപ്പം കുറച്ച് ചെറുജീരകത്തിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ നോക്കിയിട്ട് ഇട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന പയറില്ലേ അതുകൂടെ ഇതിനകത്തോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം, നിങ്ങൾക്ക് കുറുകി വേണമെങ്കിൽ കുറച്ച് വെള്ളവും നീട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളത്തോടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു അടാറെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അടാറ് ചെറുപയർ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്യാൻ മറക്കരുത്. അത് ഇനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണാനും പറ്റും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ.